ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. വളരെ മനോഹരമായ രീതിയിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്തെ വലത്തെ ഭാഗത്തായിട്ട് റൂമിൻ്റെ നേരെ ഫ്രണ്ട് വശത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇത് 2x2 വെർട്ടിഫൈൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 പാളിയുടെ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പില്ലറുകളിലൊക്കെ ശരിക്കും വാൾ ടൈലുകൾ കൊടുത്തിട്ട് അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് പോവാം. ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ഭാഗത്തായിട്ട് 3 പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറ് EL ഭാഗം എന്ന് പറഞ്ഞ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്ന മെയിൻ ഡോറ്. അങ്ങനെയൊക്കെയാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഹാളിലേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ മെയിൻ ഹാളിലാണ്. മെയിൻ ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നന്നായിട്ട് വെളിച്ചം കിട്ടാൻ പാകത്തിനനുസരിച്ചിട്ട് 3 പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ടൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4x2 ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജിപ്സം സീലിങ്ങിൻ്റെ വളരെ മനോഹരമായിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 1 വാട്ടിൻ്റെ അതുപോലെ തന്നെ 2 വാട്ടിൻ്റെയും 6 വാട്ടിൻ്റെയും പാനൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തായിട്ടാണ് ശരിക്കും അവിടെ TV-യുടെ ഒരു പോർഷൻ വരുന്നത്. അതായത് സീൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പായിട്ട്. അതുപോലെ തന്നെ കബോർഡുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ പ്രത്യേകിച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത് തിരിച്ചിട്ടില്ല. അപ്പോൾ ഡൈനിങ് ഹാള് നേരെ നമ്മുടെ മെയിൻ ലിവിങ് ഏരിയയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഡൈനിങ് ഹാളിലേക്ക് വരാനായിട്ട് സാധിക്കും. ഡൈനിങ് ഹാളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സീലിങ്ങും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുകളും പാനൽ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡൈനിങ് ഏരിയ നേരെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയയും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ കാര്യങ്ങളിലേക്ക്. ഈ വീണ്ടും മൊത്തം 5 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 3 ബെഡ്റൂമും ഉള്ളത്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് 3 പാളിയുടെ 2 വശത്തായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടൈലുകൾ എന്ന് പറയുന്നത് 2x2 വെർട്ടിഫൈൽ ടൈലുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് നമ്മൾ ഹാളിൽ കണ്ട പോലെ ജിപ്സം സീലിംഗ് കാര്യങ്ങളൊന്നും റൂമുകളിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പാകത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂമും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ തന്നെയുള്ള ഡ്രസ്സ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് വലിയ വലിപ്പ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ ജനലുകളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 2 ഭാഗത്തായിട്ട് 3 പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാത്റൂം. പിന്നെ അവിടുത്തെ അനുസരിച്ചൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തിരിച്ചിട്ടില്ല. അതാണ് മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് ഈ റൂമിനുള്ളൊരു പ്രത്യേകത. ജിപ്സം സീലിംഗ് കാര്യങ്ങളൊന്നും ഒരു റൂമുകൾക്കും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ മെയിൻ കിച്ചനാണ്. അപ്പോൾ മെയിൻ കിച്ചണിൽ ഇങ്ങോട്ട് വന്ന് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു കിച്ചൺ തന്നെയാണ്. 2 കിച്ചണുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിച്ചനാണ്. അപ്പോൾ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഫെറോ സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ACP വെച്ചിട്ട് ഫെറോ സ്ലാബിൽ അതിൻ്റെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ടൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2x2 മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സിംഗിൾ പണിക്ക് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കിച്ചൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ കിച്ചണിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ രണ്ടാമത്തെ കിച്ചണാണ്. രണ്ടാമത്തെ കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് ശരിക്കും വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് കടന്ന് വന്നു കഴിയുന്ന ഭാഗത്ത് തന്നെയാണ്. ഇവിടെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ആലുവ അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് വിറകുള്ള മേഖലയായതുകൊണ്ട് ആലുവടുപ്പ് ഒട്ടുമൊക്കെ നമ്മൾ പോകുന്ന എല്ലാ വീടുകളിലും ആലുവടുപ്പ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വളരെ വിശാലമായിട്ടൊരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. വളരെ നീളത്തിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഏരിയ വന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഇവിടെ ഇതിൻ്റെ സ്റ്റെയർ കേസ് മൊത്തം ശരിക്കും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ഒരു ഹാളുണ്ട്. ഹാളിൽ നമ്മൾ താഴത്തെ പോലെ തന്നെ 4x2 ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ജിപ്സം സീൽ ചെയ്തിട്ടില്ല. ഇതിന് പകരമായിട്ട് സീലിംഗിൽ തന്നെ LED 3 വാട്ടിൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. ഇവിടെ 3 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 ഗസ്റ്റ് ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒരു മെയിൻ ബെഡ്റൂമാണ് ഉള്ളത്. ഇതിൻ്റെ ആദ്യത്തെ ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും സീലിങ്ങുകളൊന്നുമില്ല. 2x2 വെർട്ടിഫൈൽ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തായിട്ടൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇവിടുത്തെ ബാത്റൂമും അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ റൂമിലേക്ക് പോവാം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാളിൻ്റെ വലത്തെ ഭാഗത്തായിട്ടാണ് അതിൻ്റെ മെയിൻ ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ ബെഡ്റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും താഴത്തെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസിലും അതേ രീതിക്ക് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ഭാഗത്തായിട്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാൽക്കണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പിന്നെ സ്റ്റഡി ടേബിൾ പോലെ ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും വിഭാഗമായിട്ടുണ്ട്. ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത് തന്നെയാണ്. അതിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു ഡോർ അധികമായിട്ട് ബാൽക്കണിയിലേക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ഇതിൻ്റെ 3ാമത്തെ ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇവിടെ 2 ഭാഗത്തായിട്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. എടുത്ത് പറയത്തക്ക വലിയ പ്രത്യേകതകൾ തന്നെ ഒന്നും തന്നെ ഇല്ല. ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ താഴത്തെ കണ്ടില്ലേ, താഴത്തെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂം. നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുകൾ ഭാഗത്തെ മെയിൻ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് EL വാഹിലുള്ള ഡോർ. എല്ലാ ഡോറുകളും EL വാഹിൽ തന്നെ തീർത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പില്ലറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പോലെ തന്നെ വാൾ ടൈലുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാൽക്കണിയുടെ മെയിൻ ഡോറാണ്. മെയിൻ ഡോറിൻ്റെ 2 വശങ്ങളായിട്ട് സിംഗിൾ ഡോർ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ പോലെ തന്നെ എല്ലാം ഒരേ പാറ്റേണിലുള്ള ടൈലുകൾ തന്നെയാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ മുകളിലത്തെ ഹാളിലേക്ക് നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതി അനുസരിച്ച് 4 പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ബാൽക്കണി തന്നെയാണ്. ബാൽക്കണിക്ക് വളരെയധികം പ്രത്യേകത ഈ വീടിനുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേളത്തെ ഡിസൈൻ ഭാഗമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പർഗോളകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ബാൽക്കണിയിൽ നിൽക്കുന്ന നല്ല ഭംഗി തന്നെയാണ് ഇവിടുത്തെ പ്രദേശം, ഈ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ. സോറി, റേറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഏകദേശം ഇത് പണി പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 62 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.